സ്കൂളുകളിൽ പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടുമോ? ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളൊക്കെ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റീസെന്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അടുത്ത അക്കാഡമിക് ഇയറിലേക്ക്, ഈ വർഷം 7 കഴിഞ്ഞ് അടുത്ത അക്കാഡമിക് ഇയർ 8ാം ക്ലാസ്സിലേക്ക് ഉള്ള കുട്ടികൾക്ക് ടെക്നിക്കൽ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാമെന്നുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ, ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഇക്വലന്റ് ടു SSLC അല്ലെങ്കിൽ മറ്റ് ബോർഡ് എക്സാമുകളുടെ 10th ഇക്വലന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. സോ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കൽ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഈ പറയുന്ന വെബ്സൈറ്റ് polyadmissions.org എന്ന് പറയുന്ന ths.polyadmissions.org എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് ടെക്നിക്കൽ സ്കൂളിലേക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന് കീഴിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ളത്. സോ 2026-27 അക്കാഡമിക് ഇയറിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. മാർച്ച് 10-ാം തീയതി മുതൽ ഇതിന്റെ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരു അഡ്മിഷൻ ഡേറ്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി, എക്സാം വഴിയാണ് ഓരോ സ്കൂളിലേക്കുള്ള ടെക്നിക്കൽ സ്കൂൾ പ്രവേശനം ഉള്ളത്. കേരളത്തിൽ 39 സ്കൂളുകളാണ് ഗവൺമെന്റിന് കീഴിൽ ടെക്നിക്കൽ സ്കൂളുകളായിട്ട് പ്രവർത്തിക്കുന്നത്. സോ എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഇവിടെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. സോ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ പ്രോസ്പെക്ടസും അതുപോലെ തന്നെ അനക്ഷർ എന്ന് പറഞ്ഞിട്ട് 2 PDF-കൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം പ്രോസ്പെക്ടസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. സോ പ്രോസ്പെക്ടസിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. 2026-27 ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്കുള്ള കംപ്ലീറ്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. പ്രധാന തീയതികൾ: ആദ്യത്തേത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നത് ആരംഭിക്കുന്ന തീയതി മാർച്ച് 10-ാം തീയതിയാണ്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 6-ാം തീയതിയാണ്. സോ ഈ 2 ഡേറ്റുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ഏപ്രിൽ 6-ാം തീയതി വരെയാണ് ടെക്നിക്കൽ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. അഭിരുചി പരീക്ഷയുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഫലം പ്രസിദ്ധീകരിക്കുന്നതും ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡേറ്റുകളുണ്ട്, ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജൂൺ 1-ാം തീയതിയാണ്. റൈറ്റ്. ഇനി എന്തൊക്കെയാണ് ഈ ടെക്നിക്കൽ സ്കൂളിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്നുള്ളത് ഓരോന്നായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് ടെക്നിക്കൽ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റിന് തുല്യമാണ്. അതായത് 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് കിട്ടുന്നത് SSLC സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ, ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് കിട്ടുന്നത് THSLC എന്ന് പറയുന്ന ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് രണ്ടും ഇക്വലന്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന ഉപരിപഠന സാധ്യതകൾക്ക് THSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്കും അർഹത ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പോളിടെക്നിക്കിലേക്കുള്ള പ്രവേശനത്തിന് ടെക്നിക്കൽ ഹൈസ്കൂൾ പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്ക് 10% സീറ്റ് പ്രത്യേക സംവരണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ SSLC പാസ്സായിട്ടുള്ള കുട്ടിക്ക് ഹയർ സ്റ്റഡീസിന് ഏതെല്ലാം ഓപ്ഷൻസ് ഉണ്ടോ ആ ഓപ്ഷൻസ് എല്ലാം THSLC കഴിഞ്ഞിട്ടുള്ള കുട്ടിക്കും അല്ലെങ്കിൽ THSLC സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടിക്കും പോകാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല പോളിടെക്നിക്കിനാണ് പോകുന്നത് എങ്കിൽ 10% സ്പെഷ്യൽ റിസർവേഷൻ ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക്. ഇനി ആർക്കൊക്കെയാണ് ഈ പ്രോഗ്രാം ഉള്ളത്? 8, 9, 10 ക്ലാസ്സിലെ ഈ പാഠ്യപദ്ധതിയുടെ കാലാവധി 3 വർഷമാണ്. ഓക്കെ, ഇപ്പൊ ടെക്നിക്കൽ സ്കൂളിൽ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഓരോ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല, എന്നാൽ ഒരു ബ്രീഫ് പറഞ്ഞുതരാം. സ്കൂൾ സിലബസിൽ, കേരള സ്റ്റേറ്റ് സിലബസിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണോ അത് തന്നെയാണ് ടെക്നിക്കൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ഉണ്ടാവും, ലാംഗ്വേജസ് ഉണ്ടാവും. അതായത് സ്റ്റേറ്റ് സിലബസ്, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സിലബസ് കരിക്കുലം തന്നെയാണ് ആൾമോസ്റ്റ് ടെക്നിക്കൽ സ്കൂളിലും പഠിപ്പിക്കുന്നത്. അതായത് സബ്ജക്ട് സച്ചസ് ലാംഗ്വേജ് സബ്ജക്റ്റുകളുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്. പക്ഷേ ഒരു സബ്ജക്റ്റ് അവിടെ ഇല്ല, ബയോളജി സബ്ജക്റ്റ് ടെക്നിക്കൽ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഓക്കെ, സ്റ്റേറ്റ് സിലബസിലുള്ള എല്ലാ സബ്ജക്ട്സും ഉണ്ട് എക്സെപ്റ്റ് ബയോളജി സബ്ജക്റ്റ് അല്ലാത്ത ബാക്കി വിഷയങ്ങൾ ടെക്നിക്കൽ സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അഡീഷണൽ ആയിട്ട് ടെക്നിക്കൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഓരോ സ്പെഷ്യലൈസ്ഡ് സ്കില്ലുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വൊക്കേഷണൽ സ്കില്ലുകളാണ്. അതായത് വെൽഡിങ്, ഫിറ്റിംഗ്, ഇലക്ട്രോണിക്സ്, ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു തൊഴിലധിഷ്ഠിത സ്കില്ലുകൾ കൂടെ
ടെക്നിക്കൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് തന്നെ പോളിടെക്നിക്കിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് എളുപ്പത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ പോളിടെക്നിക്കിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന കരിക്കുലം ഫോളോ ചെയ്ത കുട്ടികൾക്ക് ഒരു ട്രാൻസിഷൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പോളിടെക്നിക്കിലൊക്കെ ഹയർ സ്റ്റഡീസിന് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കും ഈ പറയുന്ന കോഴ്സ് ടെക്നിക്കൽ സ്കൂളിൽ ഹൈസ്കൂൾ പഠനം സെലക്ട് ചെയ്യാവുന്നതാണ്. ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രവേശനം ലഭിക്കുന്നവരുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എൻറിച്ച് യുവർ ഇംഗ്ലീഷ് എന്ന കോഴ്സ് കൂടെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൂടെ നമുക്ക് സർക്കുലർ കാണാൻ പറ്റും. ഇതാ ട്രേഡ് സ്പെഷ്യലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഓരോ സ്കൂളുകളിലും ഓരോ വ്യത്യസ്ത ട്രേഡുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പെർട്ടിക്കുലർ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രേഡുകൾ, സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ, സ്കില്ലുകൾ, അഡീഷണൽ വൊക്കേഷണൽ സ്കില്ലുകൾ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് നമുക്ക് കാണാം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കി ഇന്നർ ഏരിയയിലേക്കാണ് താല്പര്യമെങ്കിൽ ആ പെർട്ടിക്കുലർ സ്കൂളിൽ ആ കോഴ്സ് ഉണ്ടെങ്കിൽ നമുക്കതിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതാ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഓരോ ടീച്ചേഴ്സിലും ലഭ്യമായ ട്രേഡുകളിൽ പരിശീലനം നൽകാവുന്നതാണ്. 10ാം ക്ലാസ്സിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ട്രേഡ് രേഖപ്പെടുത്തിയ ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന 10ാം ക്ലാസ് കഴിഞ്ഞുള്ള ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഏത് ട്രേഡാണോ എടുത്ത് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിവിധ ട്രേഡുകൾ അനുവദിക്കുന്നതാണ്. അതായത് വർഷം പുറത്തു വരുന്ന സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ കാര്യാലയ ഉത്തരവുകൾ ഓരോ വർഷത്തെ അംഗീകരിച്ച പ്രോസ്പെക്ടസ് എന്നിവയ്ക്ക് വിധേയമായിരിക്കും. ട്രേഡ് ക്രമീകരണത്തിന് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ചുവടെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ട്രേഡ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് 1 by 1 ആയിട്ട് കൊടുത്തുള്ളത്. ഒന്ന്, 8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ മാർക്ക് നോക്കുന്നതാണ് വിദ്യാർത്ഥിയുടെ താല്പര്യം. ഏത് താല്പര്യമുള്ള കുട്ടികളാണ് ഇന്ന ട്രേഡ് സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഈ ട്രേഡിൽ പഠിപ്പിക്കുന്നത് ഇതിലൊക്കെ നോക്കിയിട്ട് വേണം ആ ട്രേഡ് സ്പെഷ്യലൈസ്ഡ് കോഴ്സ് സെലക്ട് ചെയ്യാൻ. പ്രസ്തുത സ്ഥാപനത്തിൽ ട്രേഡ് പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ലഭ്യത. എല്ലാ സ്കൂളിലും എല്ലാ കോഴ്സുകളും ഉണ്ടായിരിക്കില്ല, എല്ലാ ട്രേഡുകളും ഉണ്ടായിരിക്കില്ല. അപ്പോൾ പെർട്ടിക്കുലർ ട്രേഡ് ഇന്ന സ്കൂളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി സ്ഥാപനത്തിൽ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം പരിശോധിച്ചുകൊണ്ടായിരിക്കും ആ പെർട്ടിക്കുലർ സ്ഥാപനത്തിന് ട്രേഡ് അനുവദിക്കുന്നത് ഗവൺമെന്റ്. വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് ട്രേഡുകൾ പുനഃക്രമീകരിക്കുമ്പോൾ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ ഓരോ സ്കൂളിലും അവിടുത്തെ കുട്ടികളുടെ എണ്ണവും കുട്ടികളുടെ താല്പര്യവും കുട്ടികൾ ചൂസ് ചെയ്യുന്ന ട്രേഡുകളൊക്കെ നോക്കിയിട്ടായിരിക്കും ആ പെർട്ടിക്കുലർ സ്ഥാപനത്തിന് ആ ട്രേഡ് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ട്രേഡ് സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കുലർ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ PDF-ന്റെ ലിങ്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുക്കാം. ഓക്കെ, ഇനി പ്രത്യേക റിസർവേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിഫറൻറ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 5% സീറ്റ് റിസർവേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് 10% സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഒരു സീറ്റ് വിമുക്ത ഭടന്മാരുടെയോ അല്ലെങ്കിൽ രാജ്യസുരക്ഷാ സേന അനുഷ്ഠിക്കുന്ന ജീവനക്കാരുടെ മക്കൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓടിച്ചു പോവാം നമുക്ക്. പ്രവേശനത്തിനുള്ള യോഗ്യത നോക്കാം. അപേക്ഷകൻ 7ാം ക്ലാസ് പൂർത്തീകരിച്ചിട്ട് 8ാം ക്ലാസ് പ്രവേശന യോഗ്യത നേടിയവരായിരിക്കും. അപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്കുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ടെക്നിക്കൽ സ്കൂളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുള്ളത്. 2026 ജൂൺ 1-ാം തീയതി 16 വയസ്സ് പൂർത്തിയാകാത്തവർ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ജൂൺ 1-ാം തീയതിക്ക് 16 വയസ്സ് പൂർത്തിയാകാത്തവർ ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ശാരീരിക യോഗ്യത. അപേക്ഷകർ തുടർച്ചയായുള്ള വർക്ക്ഷോപ്പ് പരിശീലനത്തിന് മതിയായ ശാരീരിക ക്ഷമതയുള്ളവരും സാങ്കേതിക തൊഴിലിനോട് അഭിരുചിയുള്ളവരുമായിരിക്കണം. അപ്പോൾ ടെക്നിക്കൽ സ്കില്ലുകൾ നമ്മൾ പറഞ്ഞു അല്ലേ, വൊക്കേഷണൽ സ്കില്ലുകൾ അല്ലെങ്കിൽ ട്രേഡുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫിസിക്കലായിട്ട് വർക്ക്ഷോപ്പുകളിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ട വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫിസിക്കലി വെൽ ആയിട്ടുള്ള കുട്ടികളായിരിക്കണം എന്നുള്ളത് പ്രത്യേകം സർക്കുലർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രവൃത്തി സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ യൂഷ്വൽ സ്കൂൾ ടൈം തന്നെയാണ്. യൂണിഫോം അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയാണെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. വർഷാവസാന പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് ഗ്രേഡ് കുറഞ്ഞത് 50% ആണെങ്കിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി 10% അർഹരായ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അപ്പോൾ വാർഷിക വരുമാനവും കുട്ടികളുടെ ആനുവൽ എക്സാമിലെ മാർക്കും പരിഗണിച്ചുകൊണ്ട് പ്രത്യേക സ്കോളർഷിപ്പ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂളുകളിൽ SC/ST വിഭാഗത്തിലുള്ള ആളുകൾക്കും പ്രത്യേക ആനുകൂല്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഓക്കെ, പ്രോസ്പെക്ടസ് ഈ വെബ്സൈറ്റിലുണ്ട്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ പ്രോസ്പെക്ടസ് എടുത്തത്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. റെഡി? ഇനി ഇതാ അപേക്ഷ സമർപ്പിക്കാൻ എന്ത് ചെയ്യണം? ഈ വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1-ൽ കൂടുതൽ ടെക്നിക്കൽ ഹൈസ്കൂളിൽ അപേക്ഷ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന അപേക്ഷകൻ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് പ്രത്യേകം ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത്. അപ്പോൾ 1-ൽ കൂടുതൽ സ്കൂളിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ
1 by 1 ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പൂർണ്ണമായും അപേക്ഷകളും മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ്. തെറ്റായ വിവരങ്ങൾ നൽകി പ്രവേശനം ശ്രമിക്കുന്ന കുറ്റകരവും പ്രവേശനം റദ്ദ് ചെയ്യുന്നു കാരണമാകുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ ഏപ്രിൽ 6-ാം തീയതി അപ്ലിക്കേഷൻ സമയം എൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. 1 by 1 ആയിട്ട് ഒരുപാട് സ്കൂളിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് അപ്ലിക്കേഷൻ നൽകണം എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. തെരഞ്ഞെടുപ്പ് രീതി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടിട്ടുണ്ട്. യോഗ്യരായ അപേക്ഷകരിൽ നിന്നും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സംവരണങ്ങൾക്ക് വിധേയമായാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിട്ടാണ് അഡ്മിഷൻ നൽകുന്നത്. എല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കില്ല. എക്സാം നടത്തി എക്സാമിൽ നല്ലോണം പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. അഭിരുചി പരീക്ഷയുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ 9-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 to 11:30 ഈ ഡേറ്റിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ വന്നേക്കാം. അതിൻ്റെ കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വെബ്സൈറ്റിൽ അപ്ഡേഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് എന്താണ്? കേരള സിലബസ് 7-ാം ക്ലാസ് നിലവാരത്തിലുള്ള കണക്ക്, സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സാമൂഹ്യശാസ്ത്രം, പൊതുവിജ്ഞാനം, യുക്തിവിചാരം എന്നിവ അടിസ്ഥാനമാക്കി ഒബ്ജക്റ്റീവ് രീതിയിലാണ് അഭിരുചി പരീക്ഷ നടത്തുക എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത്. പ്രവേശനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ സ്കൂളിലെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, 7-ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൽ നിന്ന് TC എങ്ങനെ കൈമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു സർക്കിൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റും. ഓരോ പെർട്ടിക്കുലർ ഫീസ് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ ഫീസ് മാത്രമാണുള്ളത്. 60 രൂപ, 30 രൂപ, 20 രൂപയൊക്കെയാണ് അഡ്മിഷൻ ഫീസും അസോസിയേഷൻ ഫീസും അത്ലറ്റിക് ഫീസൊക്കെ ആയിട്ട് വാങ്ങുന്നത്. സോ ഒരുപാട് സ്കോളർഷിപ്പ് സ്കീമുകളൊക്കെയുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സ് തന്നെയാണ് ടെക്നിക്കൽ സ്കൂളിലുള്ള ഈ പറയുന്ന കോഴ്സ് എന്നുള്ളത്. അപ്പോൾ ടെക്നിക്കലി സ്കിൽഡായിട്ട് പോകണം താല്പര്യമുള്ള കുട്ടികൾക്ക്, ഒരു പോളിടെക്നിക്കൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ടെക്നിക്കൽ സ്കൂളിൽ പോയിട്ട് പഠിക്കൽ വളരെ നല്ലൊരു ഓപ്ഷനാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പക്ഷേ ബയോളജി ഇല്ലാത്തത് കാരണം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു കുട്ടി മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ ബയോളജി ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന ടെക്നിക്കൽ സ്കൂൾ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഓരോ സ്കൂളിലുള്ള ട്രേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന വെബ്സൈറ്റിൽ തന്നെ അനക്ഷറിൽ പോയി ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ ഓരോ സ്കൂളിലുള്ള ട്രേഡുകൾ, സ്പെഷ്യൽ ട്രേഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. സ്ഥാപനം ഏതാണെന്നുള്ളതുണ്ട്, എത്ര സീറ്റുകളുണ്ട്, ഏതൊക്കെയാണ് സ്പെഷ്യൽ ട്രേഡുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ സ്കൂളിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ നെടുമങ്ങാട് സ്കൂളിലുള്ള ഇത്രയും 6 പ്രധാനപ്പെട്ട കോഴ്സുകളാണ് അവിടെ ട്രേഡായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കോഴ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈസ്കൂൾ കുളത്തൂറിലുള്ള 5 പ്രധാനപ്പെട്ട കോഴ്സുകൾ ഇവിടെയുണ്ട്. ഇങ്ങനെ ഓരോ സ്കൂളിലെയുള്ള ട്രേഡുകൾ, സ്പെഷ്യലൈസ്ഡ് ട്രേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 39 സ്കൂളുകളാണ് ഗവൺമെന്റിന് കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. സോ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ടെക്നിക്കൽ സ്കൂളിലുള്ള സ്പെഷ്യലൈസ്ഡ് ട്രേഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. ഡീറ്റെയിൽസ് ഇതാ ഡിസ്ക്രിപ്ഷനിൽ പോവാം. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് അനക്ഷർ എന്ന് പറയുന്ന PDF ഡൗൺലോഡ് ചെയ്യുക. അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. സോ നമ്മൾ പ്രധാനമായിട്ട് കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ടെക്നിക്കൽ സ്കൂളിലുള്ള പഠനം അത് കഴിഞ്ഞാൽ SSLC കഴിഞ്ഞിട്ടുള്ള കുട്ടിക്ക് ഏതൊക്കെ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ പറ്റുമോ ആ ഓപ്ഷൻസ് എല്ലാം ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ച കുട്ടിക്കും തിരഞ്ഞെടുക്കാം. പക്ഷേ ബയോളജി സബ്ജക്ട് ടെക്നിക്കൽ സ്കൂളിലില്ല. സോ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ നീറ്റ് എക്സാം ഒക്കെ എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾ ഒരിക്കലും ടെക്നിക്കൽ സ്കൂൾ തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. അതുപോലെ തന്നെയാണ് പോളിടെക്നിക്കലിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെക്നിക്കൽ സ്കൂൾ എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. 10% റിസർവേഷൻ ടെക്നിക്കൽ സ്കൂളിൽ ഉണ്ടായിരിക്കുന്നതാണ്. സ്പെഷ്യലൈസ്ഡ് ട്രേഡുകൾ ഓരോ സ്കൂളിലും ഉണ്ട്. അപ്പോൾ അത് സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം മുൻകൂട്ടി നോക്കി നമുക്ക് താല്പര്യമുള്ള മേഖലയാണെങ്കിൽ നമുക്ക് ആ സ്കൂള് പോകാവുന്നതാണ്, തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടുതൽ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചോളൂ. അറിയുന്ന ഉത്തരങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഇപ്പോൾ 7-ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 8-ാം ക്ലാസ്സിലേക്ക് അടുത്ത വർഷം ടെക്നിക്കൽ സ്കൂളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ ഈ വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാൻവൈ ലേണിംഗിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാകുക. ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.